ഹലോ, വെൽക്കം ടു ടോപ്പ് PVT. ഇന്നത്തെ നമ്മുടെ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഞങ്ങളുടെ സീരീസ് എല്ലാ മൺഡേ 4 PM ഷാർപ്പായിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ അയക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ മെയിലിൽ ജസ്റ്റ് അയക്കുക. അത് ആരുടെയും പേരോ ഒരു ഡീറ്റെയിൽസും വെളിപ്പെടുത്താതെ ഞങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യും. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമാകുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് മോശം സ്വഭാവം ഒന്നുമില്ല, നല്ലൊരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പുള്ളിയോട് എനിക്കൊരു അട്രാക്ഷൻ തോന്നുന്നില്ല. ഞാൻ ഒത്തിരി ചിന്താക്കുഴപ്പത്തിലാണ്. ഒരു വൈഫിന് ഹസ്ബൻഡിനോട് തോന്നേണ്ട ഒരു അഫെക്ഷനും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കിത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മുമ്പോട്ട് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡിനെ അവോയ്ഡ് ചെയ്യണമെന്നൊന്നും എനിക്കില്ല, കാരണം പുള്ളി ഒരു ജെന്റിൽമാനാണ്. ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഐ തിങ്ക് പല ആൾക്കാരും ഇപ്പം പെണ്ണിൻ്റെ സൈഡിൽ നിന്നാണ് എഴുതിയേക്കുന്ന. ഇത് അല്ലാതെയും ചെറുക്കൻ്റെ സൈഡിൽ നിന്നും ഇപ്പം കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞിട്ട് ആ അട്രാക്ഷൻ ഒന്ന് കുറയുന്നെന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം പലർക്കും ഫേസ് ചെയ്യാൻ പറ്റും. അതെന്നാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുമുട്ടുമ്പോഴത്തെ, ആദ്യം കല്യാണം കഴിയുമ്പോഴത്തെ അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയും. ആ സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, കാരണം അതങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സമയം വരും, ഇതൊരു ചെറുതായിട്ട് നമുക്ക് പാർട്ട്ണറിൻ്റെ ഫ്ലോസ് ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. തന്നെയല്ല, ആ ഒരു പുതിയൊരു ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം പുതിയൊരു കാറ് വാങ്ങിച്ചു. ഞാൻ പുതിയ കാറ് വാങ്ങിക്കുമ്പോഴത്തെ അതിൻ്റെ എല്ലാം എനിക്ക് നല്ലതായിട്ട് പുതിയ കാര്യങ്ങളാണ്. അത് നമുക്ക് ആദ്യത്തെ കുറച്ച് നാളല്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണും. ഇപ്പം നമുക്ക് കല്യാണം ഉറപ്പിക്കുമ്പം ഈ കല്യാണം ഉറപ്പിച്ച സമയം തൊട്ട് കല്യാണം വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് നല്ലൊരു ഒരു ഗ്രേസ് പീരീഡ് എന്ന് പറയാം. കാരണം അത് ശരിക്കും ഫോണിൽ കൂടെ വിളിച്ചിട്ടാണെങ്കിലും ഇടയ്ക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിലും അതെന്ന് പറഞ്ഞാൽ നല്ലൊരു സമയം. അത് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന, സാധാരണ അല്ലേ, കല്യാണം ഉറപ്പിച്ചത് തൊട്ട് നമ്മുടെ കല്യാണം വരെയുള്ള സമയമായിരിക്കും ഏറ്റവും കൂടുതൽ. കല്യാണം കഴിഞ്ഞവരാണേലും അങ്ങനെ പറയത്തുള്ളൂ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ആ സമയം. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞതിൻ്റെ എക്സൈറ്റ്മെന്റ്, പിന്നെ അത് കഴിയുമ്പോൾ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഓരോ കുറ്റങ്ങളും കുറവുകളും അങ്ങനെ ഒരാൾ. അതെന്നാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആദ്യം കല്യാണത്തിന് വേണ്ടി ഒന്ന് ഇടപെടുന്ന സമയത്ത്, ഇനീഷ്യൽ സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ നല്ല സൈഡ് മാത്രമേ കാണത്തുള്ളൂ. അതങ്ങനെയാണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ടല്ല, അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ നല്ല സൈഡ് കാണിക്കത്തുള്ളൂ. അതങ്ങനെയാ, അത് ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. കാരണം നിങ്ങളൊന്ന് ഈവൻ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക, കല്യാണത്തിന് മുമ്പേ അല്ല, ഈവൻ നമ്മൾ ഇനീഷ്യൽ സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ വലിയ ഇതായിട്ട് നോക്കി വെക്കും. കാരണം എൻ്റെ ചെറുക്കൻ എന്നാ ഇന്ന് ഞാൻ ഇടുന്ന നോട്ട് ചെയ്യുമോ, ആ ഒരു ഇതിപ്പോഴും കാണും. ഈവൻ ചെറുക്കന്മാരാണെങ്കിലും ഇന്ന് ഞാൻ ഇത് ഇടുന്നു, അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഇട്ടാ, എന്നാൽ ഇന്ന് വേറെ വല്ല ഇടാം. ഇങ്ങനത്തെ ഓരോ ഇതുണ്ട്, ഓരോ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത്. സോ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ നമ്മുടെ സ്വഭാവം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒരു പ്രസൻറ്റബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ ആ ഇനീഷ്യൽ ഫേസിൽ ഉള്ളത്. പിന്നെ നമ്മൾ താമസിക്കാൻ തുടങ്ങും. ഒന്നിച്ച് നമ്മൾ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ആ ഇനീഷ്യൽ എക്സൈറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങും. ആ താമസിക്കാൻ തുടങ്ങുമ്പോഴത്തേന് എപ്പോഴും നമുക്ക് നമ്മുടെ ആക്ച്വൽ ഫ്ലോസ്, ആക്ച്വൽ പ്രോബ്ലംസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അറിയാൻ മേലാത്ത അതൊക്കെ ആ സമയത്ത് നോട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഇനീഷ്യൽ ഹണിമൂൺ ഫേസും കുറച്ച് പീരീഡും കൂടെ കഴിയുമ്പോഴത്തെ ഈ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മേ ബി പുള്ളിയെ പറ്റി നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അതിപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു കുടുംബജീവിതം നയിക്കുമ്പം നമുക്കിപ്പം ഓരോ സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആദ്യം നമ്മളൊരു യുവമിഥുനങ്ങളായിട്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു കപ്പിളാവും. നമുക്ക് പിന്നെ അങ്ങനെ ഒരു കുട്ടിയാകും. അന്നേരം നമ്മൾ കൂടുതലും പിന്നെ ആ ഒരു കാര്യത്തിലേക്ക്, അതിനെ പറ്റിയൊന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണം. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒരു പാകപ്പിഴവ് പറ്റുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ ആ റിലേഷൻ എന്നും നല്ല എന്നും നല്ല പുഷ്പിച്ച് തന്നെ നിൽക്കത്തുള്ളൂ. അല്ലെ എന്നും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് നമുക്ക് രണ്ടുപേരും അതിന് വേണ്ടി എഫേർട്ട് എടുക്കണം. ഇപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പം വീക്കിലി വൺസ് ഔട്ടിങ്ങിന് പോവുക, എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ച്, അങ്ങനെയല്ല ഒരു ദിവസം ഔട്ടിങ്ങിന് പോവുക, അല്ലെ ഷോപ്പിങ്ങിന് ഒരുമിച്ച് പോവുക. രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് രണ്ടുപേരും ഒരുമിച്ച്
ചെയ്യണം. ഇപ്പോൾ ഒരാൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ മറ്റേ ആൾക്ക് മൂവി കാണാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ ഫാമിലിക്ക് വേണ്ടി, നമ്മൾ എത്ര തിരക്കുള്ളവരാണേലും, വളരെ ജോലിയിൽ ഒത്തിരി തിരക്കാണേലും, നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിരസതയൊക്കെ മാറും. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് ഞാൻ പറയാം. ഈ ഒരു പോയിന്റ് അൻസു പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കൂടാതെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആ പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു അട്രാക്ഷൻ ലൈഫ് ലോങ് നിൽക്കും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ എക്സ്പെക്റ്റേഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയും ഇന്നത്തെ മീഡിയയിൽ കാണിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ ഒരു സീൻ കാണിക്കുന്നത്. ദാറ്റ് ഈസ് കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ സന്തോഷമായിരിക്കും, അല്ലേ നിങ്ങൾക്ക് ആ ഒരു ഫേസിലുള്ള സന്തോഷം കണ്ടിന്യൂ ചെയ്യും, അതേ ടൈപ്പിൽ കണ്ടിന്യൂ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതിനെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഞങ്ങൾ പണ്ടത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് പാർട്സ് മാത്രമേ കാണുന്നുള്ളൂ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേൻ അയ്യോ അവർ കറങ്ങാൻ പോകുന്നു, അവർ കണ്ടോ എത്ര നല്ലതായിട്ട് ഇത് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു, അവരുടെ ഹസ്ബൻഡ് കൂടെ നല്ലതായിട്ടിരിക്കുന്നു, ഇതൊക്കെ നമ്മളെ അന്നേരത്തേന് ഇത് എഫക്റ്റ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഓർക്കും. പക്ഷേ ഇത് എപ്പോഴും എഫക്റ്റ് ചെയ്യും. ഇതൊരു മെൻ്റൽ ഇമേജ് നമ്മുടെ സൈഡ് നോക്കുമ്പോഴത്തേടാ ഇവർക്ക് നല്ലതേ ഉള്ളൂ, നമുക്കിതിൻ്റെ അകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ ലൈഫ് ഒബ്ജക്റ്റീവ്ലി കാണാൻ പറ്റും, അവരുടെ ഫുൾ ലൈഫ് കാണുന്നുമില്ല. ഇതൊരു അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ അവർ യൂട്യൂബിൽ കാണിക്കത്തുള്ളൂ. യൂട്യൂബിലെ വാട്ടവർ. അപ്പം അതിനെന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാ കുടുംബത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ വേറെ സൈഡിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് ഒരാൾ പോലും ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണ്. നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പരസ്പരം ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക, രണ്ടുപേരും ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുക, എന്നാലേ നല്ല രീതിയിൽ പോകത്തുള്ളൂ. പിന്നെ എന്നും നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ പോലെ ലൈഫ് ലോങ് ആയിരിക്കും എന്നൊന്നും ഇല്ല. കാരണം ജീവിതമാണ്. രണ്ടുപേർക്ക് ഏജ് കൂടി വരുമ്പം ഓരോ ഇമോഷൻസ് മാറും, അല്ലെങ്കിൽ ചിന്തകൾ മാറും. അന്നേരം നമുക്ക് അതിനനുസരിച്ച് ഏജ് കൂടുന്നതനുസരിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ പോലെ നമ്മൾ മരിക്കുന്നവരെ കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം സൈക്കോളജി പഠിച്ചവരാണെങ്കിൽ, അല്ലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൈക്കോളജിയെ കുറിച്ച് നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് എവല്യൂഷൻ ഓഫ് ലവ് എന്ന് പറയും. നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് അല്ലെ ആ ഒരു ഇനീഷ്യൽ കോഡ്ഷിപ്പ് പീരീഡ് എന്ന് പറയും, ആ പീരീഡിലുള്ള ഒരു ലവ് അല്ല പിന്നെ വരുന്നത്. ഇത് ഓരോ ഫേസസിൽ ഇത് മാറിക്കൊണ്ടിരിക്കുക. സോ ഇനീഷ്യൽ ഫേസിൽ അത് കുറച്ചുകൂടെ ഫിസിക്കൽ അട്രാക്ഷനും ചില കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ കുറയുന്നല്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത്ര വരത്തില്ല സെക്കൻഡ് ഫേസസ് വരുമ്പോഴത്തേക്ക്. കാരണം അന്നേരം കോഡ്ഷിപ്പ് പീരീഡ് കഴിഞ്ഞു, പിന്നെ വേറെ കാര്യങ്ങളാണ് നമ്മൾ സപ്പോർട്ട്, ഇമോഷണൽ ടൈപ്സ്. നേരത്തേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും, പിന്നെ നമുക്ക് വേറെ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് ആകും. അന്നേരം അതിന്റെ പിന്നാലെ ഇപ്പൊ നമ്മൾ അത് തന്നെയല്ല, നമ്മൾ പാർട്ട്ണറിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലംസും നമ്മൾ കാണും. പാർട്ട്ണർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിടിക്കത്തില്ല, പക്ഷെ അതിന്റെ സൈഡിൽ നമ്മൾ ഓപ്പോസിറ്റും കാണും. പാർട്ട്ണർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അറിഞ്ഞപ്പോഴത്തേക്കും ചെയ്യാത്ത അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യത്ത് വരും. ഈ രണ്ട് പാർട്ട്നേഴ്സും ദാറ്റ് ഈസ് രണ്ട് ആൾക്കാരും ഒന്നിച്ച് ലീൻ ഇൻ ചെയ്യുക. ഇങ്ങനെ ലീൻ ഇൻ ചെയ്യുമ്പോഴത്തേൻ അവരുടെ ആ ഒരു സപ്പോർട്ട് ടു ഈച്ച് അതർ അതെപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സെക്കൻഡ് ഫേസസിൽ വരുന്നത്. ഇങ്ങനെ സ്ലോലി ഇത് ഈ തമ്മിലുള്ള സപ്പോർട്ട് മാറി മാറി അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെ പിള്ളേരായി, പിന്നെ അത് കഴിഞ്ഞ് അത് വേറെ ഫേസ്, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഫേസസും ഉണ്ട്. അതാണ് ഈ ഏജ് ഉള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിക്കുക. അവർ അന്നേരം ഫിസിക്കൽ അട്രാക്ഷനും ഇതൊന്നുമല്ല, പക്ഷെ അവരുടെ ഒരു കോഡ്ഷിപ്പും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, സ്നേഹവും കെയറിങ്ങും ആണ് ഒരു ഏജ് ആവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വേണ്ടത്. ഒരാൾക്ക് വയ്യാതിരിക്കും ചിലപ്പം, അന്നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞ് ഇപ്പം എങ്ങനെയാണ്, അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അത് ലൈഫാണ്. ഓരോ സാഹചര്യം വരുമ്പോൾ ഏജ് മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൂടും, അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ വരും. ഏജ് കൂടുന്നതനുസരിച്ച് ഓരോ പ്രശ്നങ്ങൾ വരും. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും മൊത്തത്തിൽ എല്ലാം മാറും. അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ പ്രസന്റിൽ ജീവിക്കുക. പുള്ളി ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേറെ പ്രശ്നങ്ങൾ അല്ല. അതിന്റെ ആൻസർ ആണ് ഇവർ തന്നെ ആൻസർ ചെയ്യുന്നുണ്ട്. എനിക്കൊരു പ്രോബ്ലം ഇല്ല,
പക്ഷെ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല. അത് എന്നാന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസും ഇപ്പോഴത്തെ ഫേസിനെയും കമ്പയർ ചെയ്യുവാണ്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഇതൊരു ഫോൾസ് തിങ് ആണ്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയും എല്ലായിടത്തും പറഞ്ഞിപ്പം നമ്മുടെ മൂവീസ് ആണെങ്കിലും ഇത് കാണിക്കുന്നത് ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങൾ കല്യാണത്തിന്റെ സമയത്ത് അല്ലെ ആ ഇനീഷ്യൽ പീരീഡിൽ ഉള്ള പോലെയാണ് ലൈഫ് ലോങ് നടക്കുന്നത്. അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് അങ്ങനെ പാസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണോ അതുപോലെ സപ്പോർട്ട് ചെയ്ത് ഇൻഫാക്ട് അത് നടക്കുവാണ് ഇനീഷ്യൽ പോലെ തന്നെ ലൈഫ് ലോങ് നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ലവിന് ഒരു എവല്യൂഷൻ ഇല്ല. കാരണം ആ എവല്യൂഷൻ വന്നാലേ ഉള്ളൂ അടുത്ത ഫേസസിലോട്ട് നിങ്ങൾ മാറത്തുള്ളൂ. കാരണം നിങ്ങളുടെ അല്ലെ പിന്നെ ഈ ഫിസിക്കൽ അട്രാക്ഷന് മാത്രം ഫുൾ ലൈഫ് നിൽക്കണം. അതൊരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതലും ഡിവോഴ്സും സ്പ്ലിറ്റ് ആയി പോകും. കാരണം ഫിസിക്കൽ അട്രാക്ഷൻ ഒരു ലെവൽ കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ അട്രാക്ഷൻ പോകും, ഒരു ലെവൽ കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഫിസിക്കൽ അട്രാക്ഷൻ പോകും. കാരണം ഏജ് ആയിക്കൊണ്ടിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടല്ലാതെ ഒരു ഇമോഷണൽ കണക്ഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി മാറും. ഇതിൻ്റെ അകത്തൊരു ഫാലസിയാണ് പറഞ്ഞേക്കുന്നത് മെൻ ഇമോഷണൽ അല്ലെന്ന്. മെൻ ഇമോഷണൽ ആണ്, അവരുടെ ഇമോഷൻസ് ആർ ഡീപ്പ് ഇമോഷൻസ്. പെണ്ണുങ്ങളുടെ ഇമോഷൻ ഇസ് മച്ച് മോർ പ്രൊജക്റ്റഡ്. അവർ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ആണുങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. ഇപ്പം നമുക്ക് കോമൺലി എടുത്താൽ തന്നെ ആണുങ്ങൾ അങ്ങനെ പെട്ടെന്ന് കരയാറില്ലെന്ന് നമുക്ക് അതൊരു കോമൺ ഫാക്റ്റ് ആണ്. ശരിക്കും അവർക്ക് സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല, അവർ മേ ബി ആരും കാണാതെ കരയുന്നുണ്ടായിരിക്കാം, നമ്മളെ അറിയിക്കുന്നില്ല. അത് അവരുടെ ഒരു ഫാക്റ്റ് ആണ്. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലോ ഇപ്പോൾ ഒത്തിരി പേരുണ്ടെങ്കിലും സങ്കടം വന്നാൽ നമ്മൾ കൂടുതൽ ആൾക്കാരും മെൻ ആൻഡ് വുമൻ ആർ ഡിഫറെന്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് വരുമ്പോഴത്തെ ഇത് രണ്ടിൻ്റെയും ദാറ്റ് ഈസ് എൻ്റെ വീക്ക്നെസ്സസ് എൻ്റെ വൈഫ് അവിടെ സ്ട്രോങ് ആക്കും. അവളുടെ വീക്ക്നെസ്സസ് എവിടെയാണ് അവിടെ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി അല്ലെ എൻ്റെ മെയിൽ പേഴ്സണാലിറ്റി വന്നിട്ടാണ് അവിടെ സ്ട്രോങ് ആക്കുന്നത്. അങ്ങനെയാണ് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മുടെ ഇത് ഒന്നിച്ചൊരു റിലേഷൻ പോകുന്നത്. ഇത് എല്ലാ റിലേഷൻസിലും എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അല്ലാത്ത ഇത് നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനിലും ഇത് എപ്പോഴും ഹോൾഡ് ചെയ്യും. ഇങ്ങനെ എപ്പോഴും ഇത് തമ്മിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഈ കാര്യത്തെക്കുറിച്ച് ഒത്തിരി ഓവർ തിങ്ക് ചെയ്യണ്ട. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഇതൊരു നാച്ചുറൽ എവല്യൂഷനാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലം തോന്നുവാണെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് എൻ്റെ റിലേഷനിലൊരു പ്രോബ്ലം വരുന്നു, അങ്ങനെയാണെങ്കിൽ ദെൻ യു നീഡ് ടു വർക്ക് ഓൺ യുവർ റിലേഷൻ. ഇഫ് നമുക്കിവിടെ ഒരു തിങ്കിങ് ഉണ്ട് എൻ്റെ റിലേഷൻ്റെ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തു അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അതിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാമല്ലോ. യെസ് എക്സാക്ട്ലി. ഇതിൻ്റെ അകത്തൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചെയ്യുക. ഇത് ഞങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ പറയുന്നത് ഇത്തരം നിങ്ങളിത് മനസ്സിലാക്കി ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് സ്പൗസുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് തോന്നാനായിട്ടുള്ള അവർക്കും അങ്ങനെ തിങ്കിങ് ഉണ്ടോ, ഹസ്ബൻഡിന് അങ്ങനെ തിങ്കിങ് ഉണ്ടോ, അത് തപ്പുക. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഇനി കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. നിങ്ങൾ സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിനുവേണ്ടി പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പാസ്റ്റിൽ എങ്ങനെയാണോ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. പ്രസന്റിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് ചിന്തിച്ച് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, സോ അത് വെച്ച് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്കൊരു പ്രപ്പോസൽ വന്നു, വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, സെറ്റായി. ഇപ്പോൾ ഞങ്ങൾ 2 മാസമായി സംസാരിക്കുന്നുണ്ട്. സംസാരത്തിൽ തന്നെ പെൺകുട്ടി വളരെ പൊസസീവ് ആണെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്കൊരു ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ അവൾ എൻ്റെ ഫോൺ എടുത്ത് ഫുൾ അരിച്ചു വെറുക്കി. പക്ഷെ ഞാൻ അവളുടെ ഫോൺ ചോദിച്ചിട്ട് തന്നതുമില്ല. എനിക്കിതൊരു സ്ട്രേഞ്ച് തിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. മുമ്പോട്ട് പോകുന്ന അപകടമാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? ഇത് 2 മാസം ആയിട്ടുള്ളൂ അല്ലേ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, അതായത് കല്യാണം ഉറപ്പിച്ചിട്ട് 2 മാസമായി. അന്നേരത്തേന് ഈ പെണ്ണ് ഇത്രയ്ക്ക് ഒരു ഇൻട്രൂസീവ് ആയിട്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോ എൻ്റെ അത്രയ്ക്ക് അടുത്തായിട്ട് ക്ലോസ് ആയുള്ള ഫ്രണ്ടാണ് ചിലപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ കാണിക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. എൻ്റെ വൈഫ് നോക്കാൻ പറ്റും ഓബ്വിയസ്ലി. കാരണം ഇപ്പം ഞങ്ങൾ ക്ലോസ് ആണ്. ഒരു ലെവൽ ഓഫ് റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമുക്ക് ഇപ്പോൾ 5 ഫോൺ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോൺ അവൾക്ക് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇനീഷ്യലി 2 മാസം ജസ്റ്റ് അതും ഒരു മീറ്റിംഗ് ചെയ്തപ്പോഴത്തേന് ജസ്റ്റ് ഫോൺ എടുത്തെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അത് ഒരിക്കലും ശരിയായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഫോണെന്ന് പറയുന്ന അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. ഇപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും
നമുക്ക് പരസ്പരം ഒരു ട്രസ്റ്റ് ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഈവൻ ഫോണിന്റെ പാസ്വേഡ് ആണെങ്കിലും രണ്ടുപേർക്കും അറിയാം, പക്ഷെ രണ്ടുപേരും നോക്കാറില്ല. അതൊരു വിശ്വാസമാണ് ശരിക്കും. ഇതിന്റെ അകത്ത് അൻസു പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങൾ രണ്ടുപേരുടെയും ഞങ്ങളുടെ ഫോൺസിന്റെ പാസ്വേഡ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാ ദിവസമായിരുന്നു അൻസുയുടെ ഫോൺ എടുത്ത് പെറുക്കിക്കൊണ്ടിരിക്കല, അവൾ എന്റെ ഫോൺ പെറുക്കിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു പൊസസീവ് എന്ന് ഞാൻ പറയത്തില്ല. അത് ശരിക്കും ഒരു എന്താ പുള്ളി വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. ഇപ്പം ഹസ്ബൻഡ് വൈഫ് ആയില്ല, ഇപ്പം ആ പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ കാര്യം അല്ലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടായിരിക്കത്തില്ലേ ഫോൺ എടുത്തരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മള് ഫ്രണ്ട്സിന്റെ ആണെങ്കിലും നമ്മൾ ഹസ്ബൻഡ് വൈഫിന്റെ ആണെങ്കിലും ഒരാളുടെ ഫോൺ എടുത്ത് ഒരു സംശയ ദൃഷ്ടിയിൽ അരിച്ചു പെറുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് അങ്ങനെ സ്വഭാവവും ഇല്ല. ഈവൻ നമ്മുടെ പേരൻസിന്റെ ആണെങ്കിൽ പോലും നമ്മൾ ഒരാളുടെ ഫോൺ എടുത്ത് അത് അരിച്ചു പെറുക്കി അവരെന്ത് ചെയ്യുന്നു, അതൊരിക്കലും ശരിയല്ല. കാരണം അതത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഈ പെണ്ണ് സ്പെസിഫിക്കലി നമ്മൾ ഈ സംസാരിക്കുന്ന ഈ പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതാണ് ഇത് കാണിക്കുന്നത്. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ യു. ഇത് നമ്മുടെ പ്രോബ്ലം അല്ല, അവളുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഇൻസെക്യൂരിറ്റിയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അത് ആണ് ഈ കാര്യം ഇങ്ങനെ അടിച്ചു പെറുക്കാനായിട്ട്. ഇപ്പം ജസ്റ്റ് കാഷ്വൽ ആയിട്ട് എൻ്റെ ഫോൺ എടുത്ത് ഒരാൾ നോക്കുവാന്ന് പറഞ്ഞാൽ അത് അത്ര എനിക്ക് ഫീൽ ചെയ്തു. ഒരു ആവശ്യത്തിന് എടുത്തു എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ കാര്യത്തിന് എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഫുൾ എടുത്ത് അരിച്ചു പെറുക്കി, അതും ഇപ്പം കല്യാണം ഒന്നും ആയിട്ടില്ല, അത് ആ ചെറുക്കൻ അങ്ങനെ തോന്നുന്നെങ്കിൽ ഇത് അതുപോലെ അടിച്ചു പെറുക്കിയെന്നാണ്. അതെ, അത് ഒരു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. ഇത് ഞാൻ പറയുവാണെങ്കിൽ ഒരിക്കലും ഇത് കൊണ്ടുപോകരുത് ഫ്യൂച്ചർ. കാരണം ഇത് ഇപ്പം തന്നെ ഈ ലെവലിൽ ഇത്ര ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇത് ഈ പെണ്ണിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അവൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പാസ്റ്റിൽ ഉണ്ടായി കാണാം, അല്ലെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി വല്ല എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെ വെച്ചിട്ടായിരിക്കാം. പക്ഷെ ആ ഒരു കണ്ണിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ കാണുന്നത് ശരിയല്ല. ഇന്ന് ലോകത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്ക് ഒരു അവിഹിതം ഉണ്ടാവുന്ന കാലങ്ങളാണ്, എന്തെല്ലാം സംഭവങ്ങൾ, ഒത്തിരി നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് തന്നെ. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണറിനെ വിശ്വാസം ഇല്ലെങ്കിൽ അല്ല, നിങ്ങൾ ഒരു റിലേഷനിലോട്ട് സ്പെഷ്യലി ഒരു മാരേജ് റിലേഷൻഷിപ്പിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഈ ട്രസ്റ്റ്. നിങ്ങൾക്ക് 100% അറിയണം. ഇപ്പം ഞാൻ 5 ദിവസമായിട്ട് അൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കുക, പക്ഷേ എനിക്ക് അവളുടെ മുകളിൽ ഒരു ട്രസ്റ്റ് വേണം. ദാറ്റ് അവൾ വഴി വിട്ട് പോകത്തില്ല, എന്നെ വിട്ട് പോകത്തില്ല. അത്രയ്ക്ക് എനിക്കൊരു ട്രസ്റ്റ് വേണം. ആ ഒരു ട്രസ്റ്റ് അല്ലാതെ എനിക്ക് മിനിറ്റിന് ഞാൻ കൺട്രോൾ ഇട്ടാലേ, ഫോൺ വിളിച്ചാലേ കൺട്രോളിൽ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു റിലേഷൻ ഒരിക്കലും അത് മറ്റേ ആൾക്ക് എന്താ പറയാ ശ്വാസം മുട്ടലായിരിക്കാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് അത് ഓവർ പൊസസീവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. ആ വ്യക്തിക്ക് ഒന്ന് പുറത്തു പോകാനോ ഈവൻ ഒന്ന് ചുമയ്ക്കാനോ തുമ്മാനോ മറ്റൊരാളുടെ പെർമിഷൻ വേണോന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ അത് എത്രയെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്ന ലൈഫ് ലോങ് മുന്നോട്ട് പോകേണ്ട ഒരു റിലേഷനാ. തന്നെയല്ല, അങ്ങനത്തെ ഒരു റിലേഷൻ ഫ്യൂച്ചർ ഒരിക്കലും സക്സസ് ആകത്തില്ല. രണ്ടുപേരും സഫക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരാളുടെ ഇൻസെക്യൂരിറ്റി ആണ് മറ്റേ ആളെ സഫക്കേറ്റ് ചെയ്യും. അത് ഭയങ്കരമായിട്ട് അതൊരു ഫ്രിക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ കണ്ടോടത്തോളം, ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ പല റിലേഷൻഷിപ്സിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എക്സാമ്പിൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കുന്ന ഇതാണ്, ഈ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് അത്രയ്ക്ക് ഇംപ്ലിസൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ 100% ഇത് നടക്കുന്നുണ്ട്. ട്രസ്റ്റിനെ കുറിച്ച് ഒരു ഇച്ചിര പോലും ഡൗട്ടില്ല. ആ ഒരു പാർട്ട്ണറിൻ്റെ മുകളിലൊരു ഫെയ്ത്ത് ഉണ്ട്. എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ മുകളിൽ ഫെയ്ത്ത് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, എനിക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ടെന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഇത് അത്ര ഒരു സെക്യൂർ ആയിട്ടാണ് ഇവരിയ്ക്കുന്നത്, ഈ 2 ആൾക്കാരും. അന്നേരം അതിൻ്റെ അകത്ത് ആ ട്രസ്റ്റ് മാത്രമല്ല, ആ സെക്യൂർ ഫീലിംഗ് ഓഫ് ഫെയ്ത്ത് ഓൺ ദി പാർട്ട്ണറുണ്ട്. ആ ഒരു വേറെ ഒരു ലെവലിലാണ് അത് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതിൽ അത് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര പാടായിപ്പോൾ. ശരിക്കും ഫ്രണ്ട്സ് പറഞ്ഞത് കറക്റ്റാണ്. മുൻപോട്ട് പോകുന്ന അപകടമാണെന്ന് പറഞ്ഞത് ശരിക്കും കറക്റ്റാണ്. കാരണം നിങ്ങൾ ഈ റിലേഷനിൽ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് അതൊരു വൻ ശ്വാസം മുട്ടലായി തീരത്തേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകത്തില്ല. ആ കൊച്ചിന് ഇൻസെക്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങളെ വല്ലാണ്ട് ബാധിക്കും. വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ബാധിക്കും. റിലേഷനെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേറെ പ്രപ്പോസൽ നോക്കാം. അത്രേ ഉള്ളൂ. അതായിരിക്കും നല്ലത്. അടുത്തത് നോക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യണ്ട. കാരണം അത് ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ഓൾറെഡി ഇത് ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ അത് എത്ര സ്ട്രോങ് ആക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അവിടെ ഇല്ല, ട്രസ്റ്റിൻ്റെ ഇല്ല. അത് ഭയങ്കര പാടായിരിക്കും ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്.
അത്രയ്ക്ക് മലയാളത്തിൽ സംശയരോഗി എന്നല്ലേ പറയുന്നത്, അത്രയ്ക്ക് സംശയരോഗിയായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും അത് അവര് ഉദ്ദേശിക്കുന്ന ലെവലിൽ പോകത്തില്ല. അത് വെച്ചിട്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകത്തുള്ളൂ. സോ ഈ കാര്യം വിടുക. ഇതൊരു പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ, നിങ്ങളത് വിട്ടേക്കുക. അടുത്ത പ്രപ്പോസൽ നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന നല്ലതായിട്ടുള്ള പ്രപ്പോസൽ വേറെ വരും, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പോൾ ഞങ്ങൾക്ക് 6 മാസമുള്ള ഒരു ബേബി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ വളരെ ബിസിയാണ്. അപ്പോൾ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ കൂടുതലായി നോക്കാൻ പറ്റുന്നില്ല. പുള്ളിയെ അങ്ങനെ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. ഒരുമിച്ചുള്ള ടൈം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പുള്ളിക്ക് അത് ഭയങ്കര സങ്കടമാണ്. എപ്പോഴും പരാതി പറയും, കുഞ്ഞ് വന്നപ്പോൾ എന്നെ വേണ്ടാന്ന്. പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഇവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഓക്കെ, ഇതൊരു പല ഹസ്ബൻഡ്സിനും പറ്റുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് നമ്മളൊരു ഫേസിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നല്ലതായിട്ട് ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഒരു കൊച്ചു വരുമ്പോഴത്തേന് വൈഫിൻ്റെ അറ്റൻഷൻ ഓബ്വിയസ് ആയിട്ട് കൊച്ചിന് പോവും. ആ കൊച്ചിന് അറ്റൻഷൻ പോകുമ്പോഴത്തെ പണ്ടത്തെ പോലെ ഹസ്ബൻഡിന് അതിൻ്റെ ഉള്ള ഒരു പണ്ടത്തെ പോലെ ആ അറ്റൻഷൻ കിട്ടത്തില്ല. ഇത് വരുമ്പോഴത്തെ ഹസ്ബൻഡ് ഒത്തിരി ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കോമൺലി നടക്കുന്ന കാര്യമാണ്. അതിനിപ്പം സാധാരണ അത് നമ്മൾ ഒരു എന്താ പറയുക നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവം. കാരണം ഒരു കൊച്ചായി കഴിഞ്ഞാൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഈസി കാര്യമല്ല. അന്നേരം ഇപ്പം 2 പേരും കൂടെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ഇതിപ്പം വൈഫ് തന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പം ആ കൊച്ച് ഉറങ്ങുന്ന സമയത്തായി ആ പുള്ളിക്കാരിക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടത്തുള്ളൂ. ഒരു മനുഷ്യന് എത്രയെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാതെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റാതിരുന്നാൽ അത് എന്തുമാത്രം ബാധിക്കും. BP-യുടെ പ്രശ്നം വരും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും, സ്ട്രെസ് വരും. മാത്രമല്ല പുള്ളിക്കാരിയെ സംബന്ധിച്ച് ഇത്രയും നാൾ ജീവിച്ച പോലെ അല്ല. ഒരു കുഞ്ഞ് വരുമ്പോൾ ടോട്ടലി അവരുടെ ലൈഫിൽ എല്ലാം ചേഞ്ച് ആവുക. അതായത് ഫുഡ് കഴിക്കുന്ന സമയം, ഈവൻ എന്താ പറയുക സമാധാനമായിട്ട് കുളിക്കാൻ പോകാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രം ചേഞ്ചസ് ആണ്. സ്വന്തം ബോഡി ചേഞ്ചസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനലി കൊച്ചു വരുന്നത്. ഹോർമോണിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതുകൊണ്ട് തിങ്കിങ്ങും എല്ലാം ചേഞ്ച് ആവും. നമ്മളിപ്പോൾ ഒത്തിരി കേൾക്കുന്നത് എന്തോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു സംഭവം. അത് ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യം. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ചെയ്യേണ്ടത് ആ വൈഫിനെ ചേർത്ത് പിടിക്കാനാണ് നോക്കണ്ടേ. ഇത്രയും നാൾ വൈഫ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പൊ തിരിച്ചു പുള്ളി ആ വൈഫിനെയും കുഞ്ഞിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ പരാതി പറയുന്ന സമയത്ത് അല്ലെ കുഞ്ഞിന്റെ പകുതി കാര്യങ്ങൾ പുള്ളിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. ഇതിന്റെ സൊല്യൂഷൻ അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് വേണ്ടി 2 പേരും കൂടെ കൊച്ചിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെയും സമയമായി. ഇത് പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിന്റെ അകത്ത് അത്ര ഇത് കിട്ടുന്നില്ല. ചിലപ്പോൾ അത്രയും മനസ്സിലാവത്തില്ല. കാരണം ചെറിയ വലിയ പ്രായമില്ലാത്തവരാണ് അത്ര ഒന്നും ചിന്തിക്കത്തില്ല. കാരണം കൂടുതലായിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ലായിരിക്കാം. നമ്മൾ ഇത്ര ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വൈഫ് തന്നെ വിചാരിച്ചാൽ ഒരിക്കലും ഈ 3 പേരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം വൈഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരി ഒരു ഡെലിവറി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ബോഡിയിൽ ഒത്തിരി ചേഞ്ച് ഉണ്ട്. അതുപോലെ മനസ്സിനും ചേഞ്ച് ഉണ്ട്. അതുപോലെ പ്രഷറും കാണും. കാരണം ഒരു കൊച്ചിനെ നോക്കാന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ ബോൺ ബേബി എന്ന് പറയുമ്പോൾ അതിനൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അത് കരയുന്ന എന്തിനാന്ന് പോലും മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കും. ആ പുള്ളിക്കാരി അപ്പോൾ ഒത്തിരി ടെൻഷനിലൂടെ കടന്നു പോകുന്നത്. അന്നേരം ഹസ്ബൻഡാണ് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. പുള്ളി ഈ പരാതി പറയുന്ന സമയത്ത് ആ വൈഫിനെയും ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കുക. കുഞ്ഞിന്റെ പകുതി കാര്യങ്ങൾ ഹസ്ബൻഡും കൂടെ ഏറ്റെടുത്ത് നോക്കുവാണെങ്കിൽ, വർക്കിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് അന്നേരം കുഞ്ഞിന്റെ പകുതി കാര്യങ്ങളും കൂടെ 2 പേരോടെ ചേർന്ന് നോക്കുവാണെങ്കിൽ ഫുൾ ഇത് ചെയ്യണം എന്നല്ല, കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഒരാൾ നോക്കാൻ പറ്റത്തില്ല. 2 പേരും കൂടെ നോക്കുക, ഹെൽപ്പ് ചെയ്യുക, തമ്മി ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ഹസ്ബൻഡ് ജോലിയിലായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾ തമ്മി, അത് നിങ്ങളുടെയും കൂടെ ഒരു ബോണ്ടിങ് ടൈം, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോണം. ഇപ്പം കുഞ്ഞിന്റെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, അല്ലെ ഇന്ന സമയത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യും, ബാക്കി കാര്യങ്ങൾ നീ ചെയ്യും. ഒന്നുകിൽ ഒരു ടൈം ഷെഡ്യൂൾ വെക്കണം, അല്ലെ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അന്നേരം നിങ്ങൾക്കും 2 പേർക്കും തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം, ഒരുമിച്ച് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം ഞാൻ വൈഫിനോട് പറയുന്നു. വൈഫ് ഈ കേസിൽ ഹസ്ബൻഡിനോട് പറയേണ്ടതാണ്, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞില്ല. ഇത് പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ മെന്നും വുമനും സംസാരിക്കുന്ന രീതികൾ അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതികൾ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. മെൻ എപ്പോഴും ഡയറക്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞാലും അത് മനസ്സിലാകത്തില്ല മെന്ന്. സോ ആ കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. വൈഫ് ഈ കേസിൽ ഹസ്ബൻഡിനോട് പറയുക, നിങ്ങൾ കൊച്ചു വന്നുകൊണ്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റായിട്ട് പറയുക. നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഇൻറ്റിമേറ്റായി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് ക്ലിയർ ആയിട്ട് പറയുക. എനിക്കിങ്ങനെയൊന്നും നിങ്ങൾ ആ ഫീലിംഗ് ഇരിക്കരുത്.
അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾ ഈ ഒരു പോർഷനിലോട്ട് മാറാനായിട്ട്. ഇത് ഈ ഒരു രീതിയിലാണ് ഇത് സോൾവ് ആക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞങ്ങളുടെ ഒപ്പീനിയനാണ്. ഇത് ഈ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഇത് കുറച്ച് സമയത്തേക്കുള്ള ഇതേ ഉള്ളൂ. ഒരു 2 വയസ്സ് 3 വയസ്സ് കൊച്ചായി കഴിയുമ്പോഴത്തെ അന്നേരത്തേന് പിന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻ വേറെ ഇതിലോട്ട് ട്രാൻസിഷൻ. നിങ്ങൾ ഒരുമിച്ച് കൊച്ചിനെ നോക്കുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. കുഞ്ഞൊരിക്കലും നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ആവത്തില്ല. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുഞ്ഞിന്റെ റൊട്ടീനനുസരിച്ച് നമ്മുടെ രണ്ടുപേരുടെയും, അല്ലാതെ ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല കുഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കും സമയം കിട്ടും, കുഞ്ഞുമായിട്ടും സമയം കിട്ടും, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. സോ ഇത് വെച്ച് ഇത് സോൾവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊരു 25 വയസ്സുള്ള പെൺകുട്ടിയാണ്. പഠനം കഴിഞ്ഞ് കുറച്ച് നാൾ പ്രൈവറ്റ് ജോബ് ചെയ്തു. എൻ്റെ ഡ്രീം ഒരു ഗവൺമെന്റ് ജോബാണ്. സോ അത് നിർത്തിയിട്ട് ഞാനിപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നു. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് മതി മാരേജ് എന്നാണ് എൻ്റെ തീരുമാനം. വീട്ടുകാർ അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എനിക്കും എൻ്റെ വീട്ടുകാർക്കും സ്വസ്ഥത തരുന്നില്ല. ഇപ്പോൾ തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് അവരെല്ലാം പറയുന്നത്. ഇതുമൂലം എനിക്കൊരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ പോയാൽ ഫുൾ ചോദ്യം ചെയ്യലാണ്. എന്ത് വന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഇതിനെപ്പറ്റി സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ശരിക്കും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ശരിക്കും നമുക്കിപ്പോൾ സമൂഹത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കുറേ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില ജില്ലകളിലേ അതുള്ളൂ. കാരണം ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ബിസിയാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ തലയിടാറില്ല. മാത്രമല്ല വെളിയിലൊക്കെ പോയിട്ട് വന്നവർ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവര് കല്യാണം കഴിക്കുന്നില്ലേ, അവര് ജോലിക്ക് പോകുന്നില്ല, അവര് തിരക്കാറില്ല. പലരും ഇപ്പം ഓരോരുത്തർക്ക് അവരവരുടെ പേഴ്സണൽ സ്പേസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇപ്പൊ കുറച്ചുകൂടെ വിവരം വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ പണ്ടുള്ളവർ ഇപ്പോഴും മാറിയിട്ടില്ല. അവര് ശരിക്കും നമ്മൾ പഠിത്തം കഴിയുമ്പം ഇനി ജോലിക്ക് പോകുന്നില്ലേ, തുടർന്ന് പഠിക്കുന്നില്ലേ, അതവർ വെറുതെ ചോദിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. പിന്നെ ഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. ഒരു കല്യാണമാണേലും ഒരു ജോലിയാണേലും അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ തീരുമാനമാണ്. അതിനെ മറ്റൊരാൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് കഴിക്കാനായിട്ടല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെ, നിങ്ങളുടെ ജീവിതം തന്നെ ഈ ജനങ്ങളാണോ നടത്തുന്നത്? അല്ല. അത് തന്നെയല്ല, ഈ പറയുന്ന കല്യാണം കഴിച്ചിട്ട് നാളെ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരോട് ചെന്ന് പറഞ്ഞാൽ ഇവരാരും നോക്കത്തില്ല. അല്ലെ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരാരും തിരിഞ്ഞു നോക്കത്തില്ല. അത് തന്നെയല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ജനങ്ങൾ എപ്പോഴും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ അറിഞ്ഞപ്പോഴത്തെ മോനെ എവിടെയാണ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എത്ര മാർക്കുണ്ട്. വണ്ണം ഉള്ളവരോട് ചോദിക്കും നിങ്ങൾ എന്ത് ഭയങ്കര കഴിപ്പാണോ, വണ്ണം കുറയ്ക്കണം. വണ്ണം ഇല്ലാത്തവരോട് അവർ ചോദിക്കും നിങ്ങൾക്കൊന്നും തിന്നാൻ തരുന്നില്ല. ശരിക്കും പറഞ്ഞാലും ചുറ്റ്, പറഞ്ഞില്ലേലും ചുറ്റെന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ്. ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞു വന്ന പോലെ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ചെറിയ അറിയിക്കുമ്പോഴത്തേൻ നിങ്ങളോട് ചോദിക്കും എത്ര മാർക്ക് ഉണ്ട്. കാരണം അത് വെച്ച് നിങ്ങളെ ഒന്ന് അസസ് ചെയ്യാനായിട്ട് എത്ര സ്മാർട്ടാണ് ഈ കൊച്ച്, അല്ലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ചെയ്യുന്നുണ്ടോ, പാടുവോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു വയസ്സ് കഴിയുമ്പോഴത്തേന് ഓക്കെ മോനെ നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഏത് കരിയറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഭയങ്കര അഡ്വൈസസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് പറയും ഓക്കെ നിങ്ങൾ ഇതാണോ ചെയ്യുന്നത്, ഇതെന്നാത്തിന് ചെയ്യുന്നില്ല, അതെന്നാത്തിന് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഓരോരോ ക്വസ്റ്റ്യൻസ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു കാര്യം ചോദിക്കാൻ എന്താണ്, നിങ്ങളുടെ കല്യാണം. ഇനി കല്യാണം കഴിഞ്ഞ ഉടനെ എന്നാ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കൊച്ചായോ. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ മാസം കഴിയുന്നതോട് ഇനി കൊച്ചു വേണേ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കൊച്ചു വരുന്ന പോലെയാണ്. അത്രയ്ക്കൊരു തിങ്കിങ് ആണ്. ഈ തിങ്കിങ് പല ജില്ലകളിൽ ഇപ്പം മാറി വരുന്നുണ്ട്. അത് സത്യമാണ്. നിങ്ങൾ വെളിയിൽ പോവുക, അല്ലെ ഈ കൊച്ചു കേരളം വിട്ടിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ഒരു മെട്രോ സിറ്റിയിലോട്ട് പോവുക. ഞാനൊക്കെ മെട്രോ സിറ്റി ജനിച്ചു വളർന്നതാണ്. അവിടെ ഓപ്പോസിറ്റിൽ എന്നാ നടക്കുന്നത് നമ്മൾ അത്രയ്ക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. വേറെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ആ ഒരു ഫോക്കസ്ഡ് ഇല്ല ആൾക്കാർക്ക്. നമ്മൾ നമ്മുടെ ലൈഫ് നോക്കുക. കാരണം ഇത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പി ആണെങ്കിൽ അത് എനിക്ക് നല്ലത്, ബാക്കി ആൾക്കാരെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തിങ്കിങ്. ഇത് കൂടുതലും ഐസൊലേറ്റ് ആയി കഴിഞ്ഞാൽ അതും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഈ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്നാ നടക്കുന്നു അത് വിട്ടിട്ട് ഞാൻ വേറെ ആളുടെ ലൈഫിൽ എന്നാ നടക്കുന്നതെന്ന് പറഞ്ഞ് ജീവിതം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നു, പല കൊച്ചു കേരളത്തിൽ നടക്കുന്ന കേസാണിത്. സ്വന്തം വീട്ടിൽ പ്രശ്നമായിരിക്കും,
അവിടെ സ്വന്തം വീട്ടിൽ അവർക്ക് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഡിവോഴ്സ് ആയിരിക്കും, മോള് ഡിവോഴ്സ് ആയിപ്പോയി, ഇതായിരിക്കും, അടിയായിരിക്കും, ദിവസവും രാത്രി അവിടെ അടിയായിരിക്കും. എന്നിട്ട് അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള അയലോക്കംകാരൻ്റെ വീട്ടിൽ ഡിവോഴ്സ് ആയോ, അതാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ എന്നാ നടക്കുന്നു, എൻ്റെ സ്വന്തം വീട്ടിൽ എന്നാ നടക്കുന്നത് അതുപോലും ഫോക്കസ് ഇല്ല. എൻ്റെ സ്വന്തം വീട്ടിൽ 1 രൂപ എടുക്കാനായിട്ട് എല്ലാവർക്കും ലോൺ എടുത്ത് പൊട്ടിക്കിടക്കുവാന്ന് വിചാരിക്കുക. പക്ഷേ ഓപ്പോസിറ്റിലുള്ളവൻ അവൻ എന്നത്ര കാർ വാങ്ങിച്ചു, അതിൻ്റെ എന്നാ വിലയായി, ഇതെന്നായി, അതെന്നായി, അവൻ്റെ വീടിന് എത്രയായി. ഇത് തപ്പാനായിട്ട് ഭയങ്കര എന്തൂസിയാസമാണ്. അതിൻ്റെ ഒരു സൈഡാണിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സൊസൈറ്റിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിപ്പം ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തില്ലേലും കുഴപ്പമില്ല, ഒരാളെ ഉപദ്രവിക്കരുത്. ഇപ്പം എന്താ പറയാ, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലർ കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പം ഡിവോഴ്സ് ആയ, അതൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ ഡിവോഴ്സ് ആയ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ പെങ്കൊച്ചിന് തിരിച്ച് ആ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. അവർ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്താൽ ഈ സമൂഹത്തെ പേടിച്ചാണ് പെങ്കൊച്ചുങ്ങൾ വീട്ടിൽ പോയി നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ സമൂഹം ചോദ്യം ചെയ്യും, അവരുടെ പേരൻസിന് പിന്നെ തലപൊക്കി നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു പെൺകുട്ടികളും ആഗ്രഹിക്കത്തില്ല കല്യാണം കഴിക്കുമ്പോൾ ഡിവോഴ്സ് ആവണമെന്ന്, അവരങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. അങ്ങനെ സാഹചര്യം കൊണ്ടായിരിക്കും അതങ്ങനെ ആകുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് നീ ഡിവോഴ്സ് ആയി എന്ന് അങ്ങനെ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. നമ്മൾ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ എന്തായാലും നമ്മൾ ആലോചിക്കണം അത് അവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അത് അവർക്ക് എത്രമാത്രം ഫീൽ ചെയ്യും എന്നുള്ളത് ആലോചിക്കണം. കാരണം അവർ കടന്നു പോകുന്ന സാഹചര്യം എന്തോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും അറിയത്തില്ല. നിങ്ങൾ വെളിയിൽ നിന്ന് നോക്കി കാണുന്ന ഒരു ലൈഫ് ആയിരിക്കത്തില്ല അവരുടെ വീടിനകത്ത് നടക്കുന്നത്. വെളിയിൽ നോക്കുമ്പോൾ നമ്മൾ പലതും നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ തന്നെ അവരോട് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അത് അവരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ആ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നവർ, അല്ലെ ഓരോരോ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഓരോ മനുഷ്യരും. ഇതിൽ തന്നെയാണ് ഡിപ്രസ് ആയിട്ട് ഇങ്ങനെ ഈ ജനങ്ങൾ, ആൾക്കാർ, സൊസൈറ്റി ചോദിക്കുന്ന ഈ ഒരു പ്രോബ്ലം വെച്ച് തന്നെയാണ് ഫേസ് ചെയ്യാൻ പറ്റാതെ ആൾക്കാർ സൂയിസൈഡ് വരെ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. ഇതേ സമയത്ത് ഒരു പ്രോബ്ലം വന്നു, ഒരു പെണ്ണ് കല്യാണം പൊട്ടിയിട്ട് അല്ലെ ഡിവോഴ്സ് ആയിട്ടോ എന്തെങ്കിലും റീസണിന് തിരിച്ച് വീട്ടിൽ വന്നു, നമ്മൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. മോളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിനെ ദ്രോഹിക്കാതെ. അതെ, നിങ്ങൾ മിണ്ടിയിലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കുക. അത് ആ കൊച്ചിന് വലിയൊരു ആശ്വാസമായിരിക്കും. അതുപോലെ പല കാര്യങ്ങൾ ഇപ്പം കല്യാണം നടക്കാതെ ഈ കൊച്ചിന് അതിൻ്റെതായ പേഴ്സണൽ തീരുമാനമാണ് കല്യാണം ഉടനെ വേണ്ടത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞാൽ പറയാമല്ലോ, മോൾ എത്രയും വേഗം പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ലൊരു കല്യാണം കഴിക്കുക. അതിന്റെ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യല്ലേ നമ്മൾ ചെയ്യണ്ടേ, അല്ല അതിനെ ഫോഴ്സ് ചെയ്തു നിങ്ങളിപ്പം കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ ചെയ്യുന്നത് ശരിയാണ്. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. ഒരാൾക്ക് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമില്ല, അല്ലെ അതിനുവേണ്ടി റെഡിയല്ല, ഇമോഷണലി നമുക്കൊന്ന് റെഡി ആയിരിക്കണം കല്യാണത്തിന് വേണ്ടി, ആ ഒരു സ്റ്റെപ്പിലോട്ട് റെഡിയല്ല. പക്ഷെ സൊസൈറ്റി, വീട്ടുകാരെല്ലാവരും ഫോഴ്സ് ചെയ്തിട്ട് ശരിയല്ല. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നടക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ആ കുടുംബം അന്നേരം തന്നെ വീക്കായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതേ സമയത്ത് ഞാനായിട്ട് എൻ്റെ ഡിസിഷൻ, ഇപ്പം എൻ്റെ ഡിസിഷനാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് ടൈറ്റാനിക്കിൽ കയറണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ കയറിയ പോലെ അത് എൻ്റെ ഡിസിഷനാണ്. എൻ്റെ സ്വന്തം ഡിസിഷനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ അത് സ്ട്രോങ് ആണ്. അതേ സമയത്ത് ഇത് വീക്കായിട്ട് കയറുവാണ്. ഇതിനെ കാരണം വെച്ചാണ് പല കുടുംബങ്ങളും ഇന്ന് പിരിഞ്ഞു പോകുന്നത്. കാരണം അവരുടെ സ്വന്തം ഡിസിഷൻ അല്ലായിരുന്നു, സൊസൈറ്റി, വീട്ടുകാർ, ഫ്രണ്ട്സ്, കൂട്ടുകാർ എല്ലാവരും ഇരുന്ന് അവരെ ഫോഴ്സ് ചെയ്തു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം ഫേസ് ചെയ്യുന്നതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സമൂഹമാണ്. അവരെന്നും ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ പല രീതി നമ്മളെ ഹേർട്ട് ചെയ്യാൻ നോക്കും. നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ കേൾക്കുക, ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റു ചെവി കൂടെ കളയുക. അല്ലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ ഹാപ്പിനെസ് എന്താണോ അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. സമൂഹം പറയുന്നത് നമ്മൾ ചെവിക്കൊള്ളണ്ട. അതിനെ തമാശ രീതി എടുത്തു കളയാൻ നമ്മൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലോട്ടോ എടുക്കാതിരിക്കുക. അവർ ചിലപ്പം ചുമ്മാ ഒരു കാഷ്വലായിട്ടായിരിക്കും ചോദിക്കുന്നത്. മനഃപൂർവ്വം കുത്തി നോവിക്കണം എന്ന് കരുതി ഒരിക്കലും അവരുടെ ഹാബിറ്റ് വെച്ചാ ആയിരിക്കും. അവരുടെ ഹാബിറ്റ് അതാണ്. അവർ ജസ്റ്റ് ചോദിക്കുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ സമൂഹത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉപകാരം ചെയ്തില്ലേലും വേദനയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക. കാരണം അവർ ഏത് രീതിയിൽ അല്ലെ എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. അവർ ചിലപ്പോൾ വീട്ടിൽ വളരെ വിഷമത്തിൽ കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു കല്യാണത്തിന് കൂടാൻ വരുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സൊസൈറ്റിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവരെ പറ്റുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക. ദയവേത് അവരെ മുറിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക. നമ്മൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഒരു ചോദ്യം ഒരാളോട് ചോദിക്കുക, ഒരു വാക്ക് ഒരാളോട് പറയുകയും ചെയ്യാവും. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് വെച്ചായിരിക്കും അവർ ചിലപ്പോൾ ഒരു ഡിപ്രഷനിലോട്ടോ ഒരു ആത്മഹത്യയിലോട്ടോ പോകുന്നത്. എന്തിനാ വെറുതെ നമ്മൾ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്താൽ അത് നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്.
അതുകൊണ്ട് അത് ഈ സൊസൈറ്റിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഈ സൊസൈറ്റിയുടെ പ്രഷർ വെച്ച് തന്നെയാണ് എത്രയോ ആൾക്കാർ അവരുടെ ലൈഫ് തന്നെ തീർത്ത് കളയുന്നത്. എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ചുമ്മാ ഒരു എക്സാമ്പിൾ. ഇത് ഞാൻ ഈ പറയുമ്പോഴത്തെ നിങ്ങളുടെ മനസ്സിൽ തന്നെ പറയും, ഇങ്ങനത്തെ ഒരു ആൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന. സൊസൈറ്റിയെ കാണിക്കാനായിട്ട് വലിയ ലോൺ എടുത്തിട്ട് വീട് വെച്ചു, കാർ എടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേൻ എന്തോ റീസണിന് ബിസിനസ്സോ എന്തെങ്കിലും കാര്യം, ഇതെല്ലാം സൊസൈറ്റിയെ കാണിക്കാനായിട്ടാണ് ഒന്നിനെക്കാട്ടിലും ഒന്ന് എല്ലാം എടുത്തെടുത്ത് ഒരു ലെവൽ വരെ ലൈഫ് സ്റ്റൈലാക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാം പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഇയാൾ വേറെ ഒരു മാർഗ്ഗം ഇല്ലാഞ്ഞിട്ട് തൂങ്ങിച്ചെത്തു. എത്ര സ്റ്റോറി നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനത്തെ. ഇത് ആരെ കാണിക്കാനായിട്ട്? അവർക്ക് സ്വന്തമായിട്ട്, ചിലവർക്ക് കാണുന്നവർക്ക് എനിക്ക് വലിയതായിട്ട് കാണിക്കുന്നത്, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എല്ലാവർക്കും ഈ ഒരു സൊസൈറ്റിയുടെ പ്രഷറിൽ വന്നിട്ടാണ് എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ആൾക്കാർ അതിനുവേണ്ടി ലോൺ വരെ എടുത്തിട്ട് ലൈഫ് തന്നെ തീർക്കുക. ഇതെത്ര വലിയൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ വ്യൂവേഴ്സിനോട് ഞാൻ പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അംബിഷൻസ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആവശ്യമുള്ള പോലെ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ ലോലെസ് ആയിട്ട് ജീവിക്കാനായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല, നമ്മുടെ ഹാപ്പിനെസ് പോലെ നമ്മൾ ജീവിക്കുക. എൻ്റെ ഹാപ്പിനെസ് എന്താണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഈ കാര്യം ചെയ്യണം, ഇന്ന കോഴ്സ് പഠിക്കണം. ജനങ്ങളെല്ലാവരും അതിൻ്റെ എതിരാണ്. അവർ പറയാടാ അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ലടാ, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഈ കാര്യമൊന്നും ചെയ്യണ്ട, ഇതല്ല നല്ലത്, നീ എഞ്ചിനീയറിംഗ് പഠി, അല്ല ഇന്ന സാധനം പഠി, പോപ്പുലർ കോഴ്സ് പഠി. എനിക്ക് ഇതാണ് ഇൻട്രസ്റ്റ്, എനിക്ക് എന്തെങ്കിലും ഒരു റെയർ ആയിട്ടുള്ള കോഴ്സ്, അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സാണ്, ചെയ്തോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും, ഈ ജനങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല, അതിൻ്റെ അകത്ത് വലിയ കരിയർ പ്രോസ്പെക്ട്സ് അവർക്ക് കാണുന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫിൽ അതിൽ എന്തെങ്കിലും സക്സസ് കിട്ടും. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ ആക്ച്വലി ആ ലൈഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പഠിത്തമൊന്നുമില്ല, റൈറ്റ്? സച്ചിൻ തെണ്ടുൽക്കറിനോട് വീട്ടുകാർ അല്ലെ സൊസൈറ്റി പറയുകയാണ്, എടാ നീ ഇത് ചെയ്യാതെ നീ പോയി ഇരുന്ന് പഠിച്ച് നീ വലിയ LLB ആകും, ഡോക്ടർ ആകും, ഇത് മാത്രം ചെയ്യും. ഇതെല്ലാം വേണ്ടി സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റും ബോളും വെച്ചിട്ട് ക്രിക്കറ്റെ വിട്ടിട്ട് അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നോ? ഇല്ല. ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ കേസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ കേസിൽ PSC ആണ് ഇൻട്രസ്റ്റ് ചെയ്തോ. അതിനുവേണ്ടി ജനങ്ങളെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണ്? നിങ്ങൾക്ക് ഹോബിയായിട്ട് എന്തെങ്കിലും വെക്കണോ? നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ട്, ജനങ്ങളെ നോക്കണ്ട, നിങ്ങളത് ഫോക്കസ് ചെയ്തോ, നിങ്ങൾ ചെയ്തോ. നിങ്ങൾ ഈ ജനങ്ങളുടെ ഔദാര്യത്തിലല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞാൻ ലോലെസ് ആയിട്ട് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യാം, പക്ഷെ അത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഒരിക്കലും. ഇത് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഡെത്ത് ബെഡ് നിങ്ങൾ കിടക്കുമ്പോഴത്തെ നിങ്ങൾക്ക് ഈ ഒരു റിഗ്രറ്റ് ആകരുത്, അയ്യോ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് എങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു, അല്ല ഇതെനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ഒരിക്കലും ലൈഫിൽ ചെയ്തില്ല. എനിക്ക് പിയാനോ വായിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും അതിലോട്ട് ഫോക്കസ് ചെയ്തില്ല, ഞാൻ എൻ്റെ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്തു. എനിക്ക് ഇന്ന ഹോബി, ഇന്ന കളി, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പറ്റിയില്ല. ഇത് ആരും അതിനൊരു ആൻസർ ഇല്ല. ഇത് നമ്മുടെ സ്വന്തം റിഗ്രറ്റായി മാറത്തേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു കാര്യം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. അത് ഒരിക്കലും ശരിയല്ല. നമുക്ക് നമ്മുടെ പാഷൻ, നമ്മുടെ കരിയർ, നമ്മുടെ അംബിഷൻ, അതിന്റെ പുറകെ പോവുക, നമ്മുടെ ഹാപ്പിനെസ്. ഇതിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ കാശ് വെച്ച് മാത്രമല്ല സക്സസ് അളക്കേണ്ടിയ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. സോ ഇത് വെച്ച് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന മെയിലിലോട്ട് അയയ്ക്കുക. എല്ലാ മൺഡേ 4 മണിക്ക് ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഷോയിൽ കാണാം. ശരി, ബൈ ബൈ.